ഹലോ ടു മൈ ചാനൽ ഗ്ലാം ആൻഡ് ഗ്രാബ് വിത്ത് വർഷ. സോ ഇന്ന് ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുളിക്കും. സോ അപ്പോൾ ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഓഫോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ എപ്പോഴും ഹെയർ മാസ്ക് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കുളിക്കുക. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും സമയമുണ്ടല്ലോ, കുളിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ എനിക്കൊരു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷനും പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ രാവിലെ കുളിച്ചിട്ട് പിന്നെ പോകാൻ നേരത്ത് റെഡിയായി പോയാൽ മതിയല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹെയർ മാസ്ക് ഇടാന്നുള്ളത്. ഹെയർ മാസ്ക് ഞാൻ എപ്പോഴും ഞാൻ യൂഷ്വലി ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതും യൂസ് ചെയ്യാറുണ്ട്. സോ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ സ്ട്രീക്സിൻ്റെ ആണ്. ഇതാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെൻ്റെ 3rd ബോട്ടിലോ എന്താണ്. ഞാനിത് വീക്ക്ലി ഒരു മേ ബി 2 weeks once ഒക്കെ ഇടാറുണ്ട്. സോ ഇത് സ്ട്രീക്സിൻ്റെയാണ്. റിപ്പയർ മാക്സ് മാസ്ക് ആണ്. ഇത് ബയോവിറ്റ് ഒക്കെ ഉള്ള സാധനമാണ്. സോ നല്ലൊരു മാസ്കാണ്. നമ്മുടെ മുടിനെ ഒന്ന് സോഫ്റ്റ് ആക്കും. നല്ലൊരു എന്താ പറയുക, മുടിക്കൊരു ടെക്സ്ചറൊക്കെ കൊടുക്കുന്ന സാധനമാണിത്. സോ ഞാനിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനൊരു സ്പാ പോലെ ഒരു ഹീറ്റിംഗ് ക്യാപ്പ് വെച്ച് കൊടുക്കും. സോ ഫസ്റ്റ് മുടിയുടെ ചിക്ക് എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വൈഡായിട്ടുള്ളൊരു കോമ്പാണ് എടുക്കുന്നത്. സോ ഞാൻ മുടിയുടെ ചിക്ക് എടുക്കാം ഫസ്റ്റ്. അങ്ങനെ മുടിയുടെ ചിക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹെയർ മാസ്ക് നല്ലപോലെ മുടിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സ്മെല്ല് നമ്മുടെ മുടിക്കുണ്ടാവും. സോ ഇത് നല്ലപോലെ നമുക്കിത് സ്കാൽപ്പിലും റൂട്ടിലും രണ്ടിലും യൂസ് ചെയ്യാം. സോ ഞാൻ നല്ലപോലെ ഒന്ന് മുടിയെ തേക്കാൻ പോവാം. കണ്ടില്ലേ, നല്ല രീതിയിൽ ഞാൻ റൂട്ടിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുടിയിൽ നല്ലപോലെ തേച്ചിട്ട് ഞാനൊരു ബണ്ണാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് കുറച്ച് നേരം നമ്മുടെ മുടിയിൽ വെച്ചേക്കും. ഞാൻ അടുത്തത് ഒരു ഫേസ് മാസ്കും കൂടെ ഉണ്ടാക്കിയിട്ട് ഫേസിലും കൂടെ ഇട്ടിട്ട് ഞാൻ ഈ തലയ്ക്ക് സ്റ്റീം കൊടുത്തിട്ട് ഇരിക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോൾ ഫേസ് മാസ്കും ആവും ഹെയർ മാസ്കും ആവും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോൾ സോ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹെയർ മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാം. ഇതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറും നമ്മുടെ കസ്തൂരി മഞ്ഞളുമാണ്. സോ നമുക്കിത് വളരെ കുറച്ച് നമുക്കിത് ഇട്ടിട്ട് ഒരു പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് കുറച്ച് ഒരു നേരത്തേക്കുള്ള പാക്കല്ല, അപ്പോൾ കുറച്ച് മതി. സോ ഇതാണ് എടുക്കുന്നത്. അടുത്ത് വന്ന് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. ഓറഞ്ച് പീൽ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അടുത്തിവിടെ എടുക്കുന്ന തൈരാണ്. ഇത് യൂസ് ചെയ്ത തൈരിൻ്റെ കുറച്ച് ബാക്കിയാണ്. എനിക്ക് വെള്ളത്തിനെക്കാട്ടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ എൻ്റെ സ്കിന്നിന് പാല് പറ്റത്തില്ല, സെൻസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ എപ്പോഴും ഞാനൊരു പാക്ക് ഉണ്ടപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക തൈരാണ്. തൈരിൽ ഉണ്ടാക്കിയിടുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഡ്രൈനെസ് ഒന്നും ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ ഈ പാക്ക് ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഇത് നല്ലപോലെ ഞാൻ ഇനി ഒന്ന് ഫേസിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പം നല്ലപോലെ ഞാൻ ഫേസിലും എൻ്റെ കഴുത്തിലും ഒക്കെ ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഒരു 20 minutes വെക്കണം. അപ്പം ഞാനൊരു ഹീറ്റിംഗ് ക്യാപ്പും കൂടെ വെക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഹീറ്റിംഗ് ക്യാപ്പ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 300 rupees ആ ഒരു റേഞ്ചിൽ. ഇത് നമ്മളിങ്ങനെ തലയിൽ വെച്ച് കൊടുക്കുക. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എൻ്റെ മുടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് ചെയ്തു. പിന്നെ ഇതൊന്ന് പ്ലഗ് ചെയ്തിട്ട് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാനത് കാണിച്ചു തരാം. എന്തായാലും 20 minutes സമയമുണ്ട് ഇത് വെച്ചിട്ടിരിക്കുക. സോ അതുവരെ ഞാനൊരു ബുക്ക് വായിക്കും. ഞാനിപ്പോൾ തുടങ്ങിയ ശീലമാണ് ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. സോ 20 minutes സമയത്തിലേക്ക് ഞാനിവിടെ ഈ ബുക്ക് വായിക്കും. എന്നിട്ട് ഞാൻ പോയി കുളിക്കുന്നതായിരിക്കും. കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ
അപ്പോൾ അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. സോ മുടിയൊക്കെ കണ്ടില്ലേ, മുടിയൊക്കെ നല്ല സോഫ്റ്റായി ഡ്രൈ ആകുമ്പോൾ ഇനി നല്ലതായിരിക്കും. ഫേസൊക്കെ കണ്ടില്ലേ, ടാനൊക്കെ മാറി ഒരു ബെറ്റർ ആയി. കണ്ടില്ല, ഇന്നലെ എനിക്ക് നിറയെ ചുമന്ന പിമ്പിൾസ് ആയിരുന്നു, ഇന്ന് കണ്ടില്ല അതൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ഒക്കെ തേച്ചിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഹെയർ പാക്കും ഫേസ് പാക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആയോ യൂസ് ആയോ എന്നൊക്കെ ഉള്ള ഇത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് ബൈ ഫ്രം വർഷ.